ഇവർക്ക് ഈ വീഗാലാൻഡൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഊഞ്ഞാലാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകാനൊന്നും ഉദ്ദേശമില്ല. എൻ്റെ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ താഴോട്ട് മുകളിലൊക്കെ പോയി കളിച്ച് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലായ റിജിനാസിനയിലേക്ക് സ്വാഗതം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എൻ്റെ കൃഷിയിടമൊക്കെ സന്ദർശിക്കാൻ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കൃഷിസ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ ഏതാണ്ട് 2 കോളിഫ്ലവർ ആയിട്ടുണ്ട്. നേരത്തെ കോളിഫ്ലവർ കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ തൈ എടുത്ത് നട്ടുകൊടുത്തതാണ്. അതുപോലെ ഞാൻ വഴുതനയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വഴുതനയും നല്ല രീതിയിൽ കായൊക്കെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇതുപോലെ ഞാൻ ഇതിൽ നല്ല രീതിയിൽ കായകൾ ഉണ്ടാകാനുള്ള ടിപ്സൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ വഴുതനയുടെ തോലെല്ലാം താഴെയായി കിടക്കുകയാണ്. ഞാൻ താഴത്ത് നടന്നു ചെല്ലുമ്പോൾ തറയിലെല്ലാം വഴുതന എല്ലാം പിച്ച് പറിച്ച് പല സ്ഥലങ്ങളിലായിട്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ മുകളിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ വഴുതന എല്ലാം മുട്ടച്ചയാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാ കായ്കളും പറിച്ചു കൊണ്ടുപോയി. എപ്പോഴും പച്ചക്കറികൾ കൃഷി ചെയ്ത് നമ്മൾ മാത്രമല്ലേ കഴിക്കുന്നത്, എങ്കിലും അവരെല്ലാം കൊണ്ടുപോയില്ല. ഒരു കുഞ്ഞു വഴുതന എനിക്കിവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അതാണ്ട് നല്ല സ്നേഹമുള്ള കൂട്ടര കണ്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പാവം തന്നെ അല്ലേ, മഴയൊക്കെ അല്ലേ. ഇവർ എന്ത് ചെയ്യും? അവർ ഇവിടെയൊക്കെ വന്ന് നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പേരയുണ്ട് കേട്ടോ. ആ പേര നിറച്ച് പേരക്കായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴിതെങ്ങനെയോ വന്ന് അവിടെ കണ്ടതിന് ശേഷം ഇപ്പോഴെന്നും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പേരക്ക പഴുത്തപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോഴിവിടെ 2 എണ്ണം ഉണ്ട്. ഇത് 2, 3 ഒന്നും അല്ല കേട്ടോ, 5-6 എണ്ണം വരികയാണ് ഇവിടെ. ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഫോണും കൂടി തട്ടിക്കൊണ്ട് ഓടും. ഞാൻ അടുത്ത കൃഷിക്കുള്ള എല്ലാം ഒക്കെ തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഇവരുടെ വരവ്. ഇനി കൃഷിയൊക്കെ എന്താകുമോ ആവോ. ഇവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ഈ പേരയിലൊക്കെ കയറി, അതുപോലെ തന്നെ ആ പേരയിൽ നിന്ന് അപ്പുറത്തൊരു തേക്കുണ്ട്, അതിലേക്ക് ചാടി അവരുടെ വീട്ടിൻ്റെ മുകളിലേക്ക് മാറുകയാണ്. അടുത്ത വീട്ടിലെ ഇതുപോലെ ഇങ്ങനെ ചാടി രാവിലെ ഒരു 5-8 എണ്ണം വന്ന് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ഇതിലെ പേരക്കായ്കളെല്ലാം പൊട്ടിച്ച് കടിച്ച് താഴെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ കുരങ്ങുകളുടെ ഒന്നും ശല്യമില്ലാത്തതായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിലാണ് കൃഷിയൊക്കെ ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴിങ്ങോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൃഷിയുടെ സൗകര്യത്തിനായി ഒരു ഷീറ്റൊക്കെ കെട്ടി മഴയായതുകൊണ്ട് അതിൽ വിത്തൊക്കെ ഇട്ട് എല്ലാം ഒക്കെ മുളച്ച് നിൽക്കുകയായിരുന്നു. അതിപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആയി. ഇതൊക്കെയാണ് കാഴ്ചകൾ. നല്ല ഉത്സാഹത്തിൽ ഇവിടെയൊക്കെ കിടന്ന് ചാടി കളിക്കുകയാണ്. ടാങ്കിന് മുകളിലൊക്കെ കയറി പോവുകയാണ്. ടാങ്കിന് മുകളിൽ നല്ല വെയിറ്റുള്ള കട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ടാങ്കിൻ്റെ അടപ്പൊക്കെ എടുത്ത് ആ വെള്ളത്തിനകത്ത് ഇതൊക്കെ ഇറങ്ങും. ഇതുപോലെ നിങ്ങളുടെ പരിസരത്ത് കുരങ്ങന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ടാങ്കൊക്കെ നല്ലതുപോലെ അടച്ച് സൂക്ഷിക്കണം. ഞങ്ങൾ ഈ ടാങ്കിന് മുകളിൽ താബൂക്കിൻ്റെ ഒരു കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ടാങ്കിന് മുകളിൽ കയറിയതിന് ശേഷമാണ് ഈ ആസ്പെറ്റാസിന് മുകളിലേക്ക് കയറിയിട്ട് ഇതുപോലെ വന്ന് ഷീറ്റിലേക്ക് ചാടുകയാണ്. അങ്ങനെ കുരങ്ങന്മാർ വന്ന് വീഗാലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഷീറ്റിനടിയിലായി പച്ചക്കറിയുടെ വിത്തുകളൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ എടുത്തിട്ടപ്പോൾ മഴയായി, അതുകൊണ്ടാണ് ഷീറ്റ് ഇങ്ങനെ കെട്ടിക്കൊടുത്തത്. ഇവർക്ക് ഈ വീഗാലാൻഡൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഊഞ്ഞാലാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകാനൊന്നും ഉദ്ദേശമില്ല. എൻ്റെ 2 പേരും കൂടി നല്ല രീതിയിൽ താഴോട്ട് മുകളിലൊക്കെ പോയി കളിച്ച് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ തൈകളെല്ലാം നല്ല മുളച്ച് നിൽക്കുകയാണ്. എല്ലാം മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്.
ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.